റേറ്റ് എമൗണ്ടും കിട്ടി. പക്ഷേ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നറാവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരത്തുള്ളൂ. പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും റോയ് സാറിനും എൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള രജിത്ത് ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് രജിത്തിന് പൈസയുടെ ആവശ്യമുണ്ടെന്ന്. അതല്ലാതെ ഇത് കണക്ക് പാവങ്ങൾക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ വേണ്ടിയൊന്നും അല്ല. ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് രജിത്തിനാണ് വേണ്ടതെന്നുള്ളത്. എന്നിരുന്നാൽ പോലും അങ്ങനെ തുറന്നു പറയാൻ ഒരു മടിയുണ്ടായതുകൊണ്ടാണ് ഇതേ കണക്കത്തുള്ള രീതിയിൽ പറഞ്ഞത്. ആദ്യമേ തന്നെ ഇതേ കണക്കത്തുള്ള ഒരു തുടങ്ങുമ്പോൾ തന്നെ നമുക്കെന്തോ വല്ലാത്ത കണക്ക് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ കാര്യമെന്ന് മനസ്സിലാവും. തനിക്കും ഉണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തനിക്ക് പൈസയൊന്നും കിട്ടിയില്ല, താൻ എല്ലാവരെക്കാട്ടിയും ഉണ്ടെങ്കിൽ നല്ലോണം ഗെയിം കളിച്ചതാണ്, താൻ കാരണമാണ് സീസൺ 2 ഭയങ്കരമായിട്ട് ഹിറ്റായെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ രജിത്ത് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് അടുത്തുള്ള സീസൺസിനും ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ആൾക്കാരും കാണാൻ വേണ്ടി തയ്യാറായത്. ആ സമയത്ത് തനിക്കൊന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ തനിക്കും എന്തെങ്കിലും കിട്ടണമെന്നുള്ള രീതിയിലാണ് വന്ന് പറയുന്നത്. രജിത്തിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ രജിത്തിന് അനീഷിന് ഈ പൈസ കിട്ടിയത് സന്തോഷമുണ്ടോയെന്ന് അത്ര തോന്നുന്നില്ല. എന്തായിരുന്നാലും ശരി, തനിക്കും പൈസ വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.